Hello everyone, in this part we are going to discuss yet another type of financial service. ഇതും ഒരു fund based financial service ആണ് as fund is involved. It is called merchant banking. Merchant banking എന്ന് പറഞ്ഞാൽ it is an agency or it is an institution that helps individuals or corporations in underwriting, fundraising, financial advisory and such other services. ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് മെർച്ചന്റ് ബാങ്കിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇനി ഇന്ത്യ വി ഹാവ് കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, ആക്സിസ് ക്യാപിറ്റൽ, ICICI സെക്യൂരിറ്റീസ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഇതൊക്കെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് മെർച്ചന്റ് ബാങ്കിങ്. ഇത് എക്സാമ്പിൾസ് ആണ് മെർച്ചന്റ് ബാങ്കിന്റെ ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കുറച്ച് മെർച്ചന്റ് ബാങ്കിങ്സ്. So these are financial institutions or they provide ഫൈനാൻഷ്യൽ സർവീസ്. ഒരുപാട് സർവീസസ് ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സിനെയാണ് നമ്മൾ മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സാധാരണ കമേഴ്ഷ്യൽ ബാങ്ക് പോലെ ഡെപ്പോസിറ്റ്സോ ലോണോ അങ്ങനെ കൊടുക്കുന്നതല്ല. ഇൻസ്റ്റഡ് അവർ എന്ത് ചെയ്യും, അവർ വലിയ കമ്പനികൾക്കും അതുപോലെ കോടീശ്വരന്മാർക്ക്, ദാറ്റ് ഇസ് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനും ഒരുപാട് ഫിനാൻഷ്യൽ അഡ്വൈസറി കൊടുക്കും, അണ്ടർറൈറ്റിംഗ് സഹായിക്കും. അണ്ടർറൈറ്റിംഗ് എന്താണെന്ന് വി ഹാവ് ഓൾറെഡി സീൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ ഇൻഷുർ ചെയ്യുന്ന അണ്ടർറൈറ്റിംഗ് ചെയ്യാൻ വേണ്ടി സഹായിക്കും, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓൾസോ ദേ ഹെൽപ്പ് ഇൻ പ്രൊവൈഡിങ് അതർ സർവീസസ് റിലേറ്റഡ് ടു കോർപ്പറേറ്റ് ഫൈനാൻസ്. പിന്നെ മേർജർ, അതായത് രണ്ട് കമ്പനി ഒന്നാകുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്, അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സ് ഹെൽപ്പ് ചെയ്യും. ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾക്ക് ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ഫൈനാൻഷ്യൽ സർവീസസ് കമ്പൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ സർവീസ് ആണ് എന്ത് മെർച്ചന്റ് ബാങ്ക്. Now let's see features. So it provides corporate financial advice. Corporate എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. വലിയ കമ്പനീസിന് ഫൈനാൻഷ്യൽ അഡ്വൈസ് ഒരുപാട് കാര്യത്തിൽ, അത് എക്സ്പാൻഷൻ ആവാം, രണ്ട് കമ്പനീസ് മേർജ് ചെയ്യുന്നതിനാവാം, ഒരു കമ്പനി മറ്റേ കമ്പനീനെ അക്വയർ ചെയ്യുന്നതിനാവാം, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിനാവും ഒരുപാട് കൈൻഡ് ഓഫ് ഫൈനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കും. അതുപോലെ ഹെൽപ്സ് ഇൻ ഇഷ്യൂ മാനേജ്മെന്റ്. ഇഷ്യൂ മാനേജ്മെന്റിനാണ് നമ്മൾ അണ്ടർറൈറ്റിംഗ് വരുന്നത്. ഇഷ്യൂ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേറെ പാർട്ടിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് അണ്ടർറൈറ്റിംഗ്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മിനിമം ഇത്ര ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ട്. ഇത്ര ഷെയർ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കമ്പനി IPO പ്രോസസ്സ് അവിടെ നടക്കില്ല. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യും. അണ്ടർറൈറ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യും, ഇഷ്യൂ മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ what is portfolio? Portfolio is the overall capital, amount of capital that is within the company. അതായത് ഒരു കമ്പനിയുടെ കമ്പനി എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ കാര്യങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ഓവറോൾ കാര്യമാണ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിന്റെ പോർട്ട്ഫോളിയോസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഹൈ റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഓൾസോ ദേ ഹെൽപ്സ് ടു have global connectivity. As we have already seen, they helps in international trade. They helps to increase the global connectivity. അതായത് നമുക്ക് അറിയാം ADR and GDR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ്. അതായത് നമുക്ക് ഗ്ലോബലി ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ, ഇന്റർനാഷണൽ സോഴ്സസിന് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ADR and GDR. It also helps in providing such kinds of services. Moreover, it is fee based. ആർക്കും ഫ്രീ ആയിട്ടൊരു കാര്യങ്ങളും ചെയ്തു കൊടുക്കില്ല. സോ ഈ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന് merchant bankers will charge a small amount as fees. Okay, so what is the return of merchant bankers? Fee that they collect from their clients is the return of merchant bankers. So these are the basic features of merchant banking. Now let's see its advantages. As we have already seen, merchant bankers provide professional advice. അവർ mergersന്, acquisitionന്, legal regulationന് ഒക്കെ പ്രോപ്പർ എക്സ്പെർട്ടൈസ് അഡ്വൈസ്. മോറോവർ അവർ ഫണ്ട് കൊടുക്കും, ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഒരു കമ്പനീനെ നല്ലൊരു മെർച്ചന്റ് ബാങ്കർ, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള മെർച്ചന്റ് ബാങ്കർ ഹെൽപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് റിസ്ക്. അതായത് പബ്ലിക് സബ്സ്ക്രിപ്ഷന്റെ സമയത്തൊക്കെ മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം എന്നുള്ളത് വി ഹാവ് ഓൾറെഡി സീൻ. അപ്പോൾ പബ്ലിക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത സമയത്ത് അത് അണ്ടർറൈറ്റിംഗിലൂടെയും ഒക്കെ കമ്പനിയെ എന്ത് ചെയ്യും, കമ്പനിയുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. മോർ ഓവർ ദേ ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ്
പ്രൈസിങ് സ്ട്രാറ്റജി, ഷെയർ പ്രൈസ് ഒക്കെ നന്നായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദ ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ ബോത്ത് എക്സ്പാൻഷൻ ആസ് വെൽ ആസ് മോഡേണൈസേഷൻ. എങ്ങനെ കമ്പനി എക്സ്പാൻഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്യണം, പിന്നെ ഏതൊക്കെ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉപദേശം കൊടുക്കും. ഓൾസോ ദേ ഹെൽപ്സ് ഇൻ കംപ്ലയൻസ് അസിസ്റ്റൻസ്, അതായത് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലീഗൽ നോളജ് കാര്യങ്ങളും അഡ്വൈസും ഒക്കെ അവർ പകർന്നു നൽകും. അതോടുകൂടിയിട്ട് അവർ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലൈ ചെയ്യാൻ കമ്പനീനെ ഹെൽപ്പ് ചെയ്യും. So these are the basic advantages. Now let's see disadvantages. As we have seen, merchant bankers fees ചാർജ് ചെയ്യും. ഇപ്പോൾ സ്മോൾ കമ്പനീസിനൊക്കെ അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓൾസോ മെർച്ചന്റ് ബാങ്കേഴ്സ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യില്ല. അവര് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് യൂഷ്വലി ഹെൽപ്പ് ചെയ്യുക. കാരണം എന്താണ്, അവർക്കും പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അവർ റിസ്ക് എടുക്കുന്ന പോലെയായിരിക്കും. മാർക്കറ്റ് ഡിപ്പെൻഡൻസി, അതായത് ഓവറോൾ മാർക്കറ്റ് ഒക്കെ നമുക്കിപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ്, യുദ്ധത്തിന്റെ സമയത്ത് കോവിഡിന്റെ സമയത്തൊക്കെ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റി ഓൾസോ സ്ലോസ് ഡൗൺ. കാരണം ഓവറോൾ മാർക്കറ്റ് ഡൗൺ ആയി കഴിയുന്ന സമയത്ത് മെർച്ചന്റ് ബാങ്കേഴ്സും എന്ത് ചെയ്താലും അത് അപ്പ് ട്രെൻഡ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് മെർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റി ഡൗൺ ആവും. സ്ട്രിക്ട് റെഗുലേറ്ററി കൺട്രോൾ, നമുക്ക് ഇഷ്ടമുള്ള പോലെ മെർച്ചന്റ് ബാങ്കേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. They are under the control of SEBI and other regulatory organization. And ഇവർ ലോങ് ടേമിലേക്ക് വേണ്ടിയുള്ള പൈസയോ കാര്യങ്ങളോ കൊടുക്കില്ല. അതിനൊക്കെ നമ്മൾ കമേഴ്ഷ്യൽ ബാങ്കിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് കമ്പനീന്റെ മാനേജ്മെന്റും മെർച്ചന്റ് ബാങ്കേഴ്സും തമ്മിൽ ഉള്ള അവർ തമ്മിലുള്ള വാക്തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് സംടൈംസ് അവർ പറയുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊന്നും കമ്പനിയുടെ ഇന്നർ മാനേജ്മെന്റിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. So these are the different disadvantages of merchant banking. In this part, we have seen what is merchant banking, features, advantages, as well as disadvantages.